Welcome to BSc Main Physics Semester 4 Classical Mechanics Continuation. Today we discuss Kepler's laws in planetary motion. Semester 4 Classical Mechanics for BSc Main Physics students. 19th lecture. So we see Kepler's laws. Danish astronomer John Kepler formulated 3 laws regarding planetary motion and are known as Kepler's laws of planetary motion. Danish astronomer John Kepler formulated 3 laws regarding planetary motion and are known as Kepler's laws of planetary motion. അപ്പോൾ ഈ പ്ലാനറ്റുകളുടെ സഞ്ചാരത്തെക്കുറിച്ച്, ചലനത്തെക്കുറിച്ച് ജോഹന്നസ് കെപ്ലർ ഒരു 3 ലോ എഴുതി വെച്ചിട്ടുണ്ട്. ആ 3 നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. 3 നിയമങ്ങളുണ്ട്. പ്ലാനറ്ററി മോഷന് 3 ലോസ് ഉണ്ട്. കെപ്ലേഴ്സ് ലോസ് എന്ന് പറയും. ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഇപ്പം 3 ലോയും 3 ഡയഗ്രമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. 3 ലോയ്ക്കും ഓരോ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ലോ, ഫസ്റ്റ് ലോയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഓർബിറ്റ്സ്. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഓർബിറ്റ്സ്. Kepler's first law is known as law of orbits. Every planet moves around the sun in elliptical orbit with the sun at one of the foci. എല്ലാ പ്ലാനറ്റുകളും സൂര്യന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങും. സൂര്യൻ ഒരു ഫോക്കസിൽ വരും. അപ്പോൾ ഈ കാണുന്നതാണ് എലിപ്സ്. പടം നോക്കുക. പടത്തിൽ കാണിച്ചിരിക്കുന്നതാണ് കെപ്ലറെ ഫസ്റ്റ് ലോയുടെ ഇലസ്ട്രേഷൻ. എസ് സണ്ണാണ്, ബി പ്ലാനറ്റാണ്. സൺ ഇരിക്കുന്ന ഒരു ഫോക്കസിലാണ്. എലിപ്സിൽ 2 ഫോക്കസാണ് സാർ വിചാരിക്കുന്നത്. ഇതൊരു ഫോക്കസാണ്. ആ ഫോക്കസിലാണ് സൺ ഇരിക്കുന്നത്. പ്ലാനറ്റ് ഇപ്പോൾ എർത്ത് വിചാരിച്ചാലും മതി കറങ്ങുകയാണ്. ആ കറങ്ങുന്ന എലിപ്റ്റിക്കൽ പാത്തിലാണ്. അപ്പോൾ എല്ലാ പ്ലാനറ്റുകളും സൂര്യന് ചുറ്റും എലിപ്റ്റിക്കൽ പാത്തിൽ കറങ്ങും. സൂര്യൻ ഒരു ഫോക്കസിൽ വരും എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലോ. രണ്ടാമത്തെ ലോ പറയുന്നതാണ്. അതിന് രണ്ടാമത്തെ ലോയെ സെക്കൻഡ് ലോ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഏരിയാസ്. ഏരിയകളുടെ നിയമം. The radius vector drawn from the sun to the planet swoops out equal areas in equal time. That is, aerial velocity is a constant. In the figure A1 is equal to, അതായത് ഈ പ്ലാനറ്റ് കറങ്ങുമ്പോൾ റേഡിയസ് വെക്ടർ ഉണ്ടല്ലോ, SP ലൈൻ, പ്ലാനറ്റും സണ്ണും തമ്മിൽ യോജിപ്പിക്കുന്ന ലൈൻ, അതിന് റേഡിയസ് വെക്ടർ എന്ന് പറയും. ആ റേഡിയസ് വെക്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പ്ലാനറ്റ് കറങ്ങുമ്പോൾ റേഡിയസ് വെക്ടറും കറങ്ങും. ഓരോ സെക്കൻഡിലും റേഡിയസ് വെക്ടർ അവിടെ സ്വൂപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയ സെയിം ആയിരിക്കും. ഓരോ സെക്കൻഡിലും റേഡിയസ് വെക്ടർ സ്വൂപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻറ്റ്. ഏരിയൽ വെലോസിറ്റി ഇസ് എ കോൺസ്റ്റൻറ്റ്. A1 is equal to A2 എന്ന് പറയുന്നതാണ് ഈ സെക്കൻഡ് ലോ. ആ പടം നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ എസ് കാണിച്ചിട്ടുണ്ട്, പിന്നെ പി കാണിച്ചിട്ടുണ്ട്. ആ പ്ലാനറ്റ് കറങ്ങുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കേസിൽ ഒരു സെക്കൻഡിലെ ഒരു ഏരിയയാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് ഏരിയ A1, ആ ചെറിയ ഏരിയ. മറ്റൊരു സെക്കൻഡിലെ ഏരിയയാണ് A2. അങ്ങനെ ഓരോ സെക്കൻഡിലും റേഡിയസ് വെക്ടർ അവിടെ സ്വൂപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയ കോൺസ്റ്റൻ്റ് ആയിരിക്കും. A1 is equal to A2 is A3. A3യും ഒരു സെക്കൻഡിൽ റേഡിയസ് വെക്ടർ അവിടെ സ്വൂപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ എല്ലാ ഏരിയ തുല്യമാണ്. റേഡിയസ് വെക്ടർ ഓരോ സെക്കൻഡിലും അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ സെയിം ആയിരിക്കും. ഏരിയ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ് സെക്കൻഡ് ലോ. ഇനി തേർഡ് ലോ പറയുന്നത് എന്താണെന്ന് നോക്കൂ. ആ തേർഡ് ലോയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഹാർമോണിക്സ്. ദ സ്ക്വയർ ഓഫ് ദി പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദി പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ്. The square of the period of revolution of the planet is proportional to the cube of the semi-major axis of the orbit of the ellipse. Semi-major axis of the ellipse. That is T square proportional to A cubed. T square proportional to A cubed. A cubed എന്ന് വായിക്കണം. A raised to 3 എന്ന് വായിക്കണം. A raised to 3. അതാണ് ഈ തേർഡ് ലോ. അത് പടം നോക്കി.
പി പ്ലാനറ്റ് എസ് സൺ നമ്മൾ മേജർ ആക്സിസ് കാണിച്ചിട്ടുണ്ട്, മൈനർ ആക്സിസ് കാണിച്ചിട്ടുണ്ട്. ആ എ എന്നുള്ളത് മേജർ ആക്സിസിൻ്റെ പകുതിയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് സെമി മേജർ ആക്സിസ്. സെമി മേജർ ആക്സിസ് ആ ഡിസ്റ്റൻസ് എ എന്നാണ് വിളിക്കുന്നത്. എയുടെ ക്യൂബിന് പ്രപ്പോർഷണലാണ് ടി സ്ക്വയർ, പീരിയഡിൻ്റെ സ്ക്വയർ. ഇത് നമ്മൾ സർക്കുലർ ഓർബിറ്റിലേക്ക് വന്നാൽ, ഈ ഇക്വേഷൻ സർക്കുലർ ഓർബിറ്റിൽ കൊണ്ടുവന്നാൽ നമുക്ക് എഴുതാൻ പറ്റും ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്ഡ്. ആർ എന്നുള്ള റേഡിയസ് ആയിട്ട് മാറും. അപ്പോൾ ആക്ച്വൽ എലിപ്റ്റിക്കൽ പാത്തിൽ സ്ക്വയർ ഓഫ് പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ടി സ്ക്വയർ പ്രപ്പോർഷണൽ എ ക്യൂബ്ഡ് എന്ന് വായിക്കണം, എ ക്യൂബ്ഡ്. അതാണ് ഈ മൂന്നാമത്തെ ലോ. ഇതിനെ നമ്മൾ ലോ ഓഫ് ഹാർമോണിക്സ് എന്ന് പറയണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഫസ്റ്റ് ലോ ഡെറിവേഷൻ കൂടി പഠിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ മൂന്നും ചോദിക്കുന്ന പരീക്ഷയ്ക്ക് ഫസ്റ്റ് ലോ മാത്രം ഒരു എസ്ഐക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മളത് ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെറിവേഷൻ ഫസ്റ്റ് ലോ ആണ് പറയാൻ പോകുന്നത്. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ഫ്രം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഡെറിവേഷൻ ഫ്രം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഡെറിവേഷൻ ഫസ്റ്റ് ലോ ഫ്രം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമ്മൾ പ്ലാനറ്ററി മോഷൻ ഇവിടെ പിക്ടോറിയലായിട്ട് കാണിച്ചിരിക്കുകയാണ്. എ ബി ടേണിംഗ് പോയിന്റ്, എസ് എസ് ആണ് പി പ്ലാനറ്റ്, R1 റേഡിയസ് വെക്ടറിൻ്റെ കൂടിയ വാല്യൂ, R2 റേഡിയസ് വെക്ടറിൻ്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ. നമ്മൾ അപ്ഹീലിയൽ പെരിഹീലിയൽ പഠിച്ചതാണ്. നൗ യു ലുക്ക്, പ്ലാനറ്റ് മൂവ്സ്. കൺസിഡർ എ പ്ലാനറ്റ് ഓഫ് മാസ് എം, മാസ് എം എന്ന് വിചാരിക്കുന്നത്, സ്മോൾ എം, മൂവിങ് അറൗണ്ട് ദ സൺ ഓഫ് മാസ് ക്യാപിറ്റൽ എം. ഇപ്പോൾ സൺ മാസ് ക്യാപിറ്റൽ എമ്മും പ്ലാനറ്റ് മാസ് സ്മോൾ എം എന്ന് വിചാരിക്കുകയാണ്. Under the action of inverse square force given by the Newton's law of gravitation, F is equal to G capital M small m by R square, where R is the distance between the planet and the sun. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ടാണ്. അത് നമുക്കറിയാം, F is equal to മൈനസ് G capital M small m by R square ആണ്. ക്യാപിറ്റൽ എം മാസ് ഓഫ് സൺ, സ്മോൾ എം മാസ് ഓഫ് പ്ലാനറ്റ്, ആ റേഡിയസ് വെക്ടറാണ്. ക്യാപിറ്റൽ ജിയെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. മൈനസ് സൈൻ കാണിക്കുന്നത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം എഴുതി. ഇനി അതിൻ്റെ അടുത്ത പാർട്ടായിട്ട് പറഞ്ഞതാണ് ടോട്ടൽ എനർജി. എനർജി ഒരു പ്രാവശ്യം മതി. ടോട്ടൽ എനർജി ഓഫ് യൂണിവേഴ്സ് സ്ക്വയറിൽ ഫോഴ്സ് മോഷൻ ഈസ് ഗിവൺ ബൈ, നമ്മൾ ടോട്ടൽ എനർജി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ആദ്യത്തെ ഡെറിവേഷൻ സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ ഫസ്റ്റ് ഡെറിവേഷനായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ബൈ 2m r സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ യു. ഇക്വേഷൻ നമ്പർ 1. റഫറൻസ് ഇക്വേഷൻ ഫോർ സെൻട്രൽ ഫോഴ്സ് മോഷൻ എനർജി. അപ്പോൾ എനർജിയുടെ സെൻട്രൽ ഫോഴ്സ് മോഷൻ ഇക്വേഷൻ പഠിക്കുക. അറിയാലോ ഇക്വേഷൻ, ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. അത് കെ ഓഫ് ട്രാൻസ്ലേഷൻ. എൽ സ്ക്വയർ ബൈ 2m r സ്ക്വയർ അത് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ തുല്യമാണ്. അത് റൊട്ടേഷണൽ എനർജി, ഈ പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ ട്രാൻസ്ലേഷൻ എനർജി പ്ലസ് റൊട്ടേഷൻ എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ടോട്ടൽ എനർജി. വി മാർക്ക് ഇറ്റ് ആസ് ഇ ആൻഡ് ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ്, വി ഹാവ് പ്രൂവ്ഡ്. ഹിയർ എൽ ഈസ് ആംഗുലർ മൊമെൻറ്റം, യു പൊട്ടൻഷ്യൽ എനർജി ഇൻ ദി ഫിഗർ എ ആൻഡ് ബി ആർ ടേണിംഗ് പോയിന്റ്സ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. R1 is R maximum, R2 is R minimum. R1 R2 പ്രതി കാണിച്ചിട്ടുണ്ട്. then dr by dt, ഈ റേഡിയസ് വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് dr by dt is equal to r dot. r dot is equal to 0. ഇപ്പോൾ r കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടേണിംഗ് പോയിന്റ് കോൺസ്റ്റൻ്റ് ആണല്ലോ, R1 R2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടേണിംഗ് പോയിന്റാണ് പറയുന്നത്. ടേണിംഗ് പോയിന്റിൽ dr by dt r dot അത് വെലോസിറ്റിയാണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്. ജസ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി 0 ആവും. അങ്ങനെയാണ് ആ ടേണിംഗ് പോയിന്റ്. അതായത് ഒരു വസ്തു അതിൻ്റെ ടേണിംഗ് പോയിന്റിൽ വെലോസിറ്റി 0 നൽകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റോൺ, ഒരു കല്ല് നമ്മൾ മേപ്പോട്ട് എറിഞ്ഞാൽ മേപ്പോട്ട് ചെല്ലുന്നത് വെലോസിറ്റി കുറയും. ടോപ്പ് പോയിന്റ് വെലോസിറ്റി 0, പിന്നെ ടേൺ ചെയ്യുകയാണ്, കീഴ്പോട്ടാകുകയാണ്. അപ്പോൾ അതാണ് അർത്ഥം. ആ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന പോയിന്റ്, അത് ടോപ്പ് പോയിന്റാണ്. ഒരു ത്രോൺ സ്റ്റോണിൻ്റെ കേസിൽ അവിടെ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ടേണിംഗ് പോയിന്റിൽ വെലോസിറ്റി 0 നൽകും. അതുകൊണ്ട് dr by dt 0 at turning point A and B. Therefore at a turning point we can write the equation 1 becomes E is equal to 0. അതായത് B
വെലോസിറ്റി 0 ആകുമ്പോൾ ആദ്യ ടൈം 0 ആകും, ആർ ഡോട്ട് 0 ആകുമ്പോൾ. പ്ലസ് എൽ സ്ക്വയർ ബൈ 2 ആർ സ്ക്വയർ പ്ലസ് യു, ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു യു അല്ല, ഇ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ബൈ 2 ആർ സ്ക്വയർ മൈനസ് കെ ബൈ ആർ എന്ന് പറയും. പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് മൈനസ് കെ ബൈ ആർ എന്ന് പറയാം. കാരണം എന്താണ്? ഫോഴ്സ് നമ്മൾ കെ ബൈ ആർ സ്ക്വയർ എന്നാണ് പറയുന്നത്. കെ എന്ന് പറഞ്ഞാൽ ജി ക്യാപിറ്റൽ സ്മോളമാണ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ അത് ഡബ്ല്യു അല്ലെങ്കിൽ യു മൈനസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണ്. എഫ് ഡോട്ട് ഡി ആർ ആണ്. അപ്പോൾ അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കെ ബൈ ആർ എന്ന് കൊടുക്കാം. അതാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കൂടി റൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് എൽ സ്ക്വയർ ബൈ 2 ആർ സ്ക്വയർ മൈനസ് കെ ബൈ ആർ മൈനസ് ഇ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അതൊന്ന് മോഡിഫൈ ചെയ്യണം. എൽ സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 ബൈ ആർ സ്ക്വയർ, താഴെയുള്ള ആർ സ്ക്വയർ 1 ബൈ ആർ സ്ക്വയർ എന്ന് കൊടുക്കും, മൈനസ് കെ ഇൻറ്റു 1 ബൈ ആർ മൈനസ് ഇ ഈക്വൽ ടു 0. The equation is L square by 2m into 1 by r square minus k into 1 by r minus e is equal to 0. Equation number 2. Only mathematical algebraic simplification. Nothing serious. This is a quadratic equation in R, 1 by r. ആ മോളിൽ കാണുന്നത് ഒരു quadratic equation ആണ്, 1 by r അല്ലേ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള മോഡലുള്ള quadratic equation ആണ്. അപ്പോൾ എ എന്നുള്ളത് എൽ സ്ക്വയർ ബൈ 2m, ബി എന്നുള്ളത് മൈനസ് കെ, സി എന്നുള്ളത് മൈനസ് സി ആണ്. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട് ഫോം അപ്ലൈ ചെയ്യുകയാണ്. അത് റൂട്ട് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് ഇസിക്കൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ള റിലേഷൻ അപ്ലൈ ചെയ്യണം. ഇവിടെ എക്സിന് വരും 1 by r. 1 by r ഈസ് ഈക്വൽ ടു മൈനസ് ബി, ബി എന്നുള്ള മൈനസ് കെ ആണല്ലോ, ഇപ്പോൾ പ്ലസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ മൈനസ് 4ac. എയും സിയും പ്രോപ്പറായിട്ട് കൊടുക്കുമ്പോൾ പ്ലസ് വരും ഇവിടെ. 4l സ്ക്വയർ ബൈ 2m ഇൻറ്റു ഇ. നിങ്ങൾ നോക്കിയത് കൊടുത്ത് നോക്കുക. ദാറ്റ് ഈസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് താഴെ ഉണ്ട് കേട്ടോ, താഴെ 2 ഉണ്ട്, 2 ഇൻറ്റു സ്ക്വയർ ബൈ 2m. അപ്പോൾ അവിടെയും ബ്രാക്കറ്റിനകത്ത് കെ സ്ക്വയർ പ്ലസ് 4l സ്ക്വയർ ഇ ബൈ എം ബൈ 2m എന്ന് വരും. 4l സ്ക്വയർ ഇ ബൈ 2m എന്ന് അവിടെ വരും. ആ ഇ എഴുതി ചേർക്കണം, താഴെ 2m ഉണ്ട്, അതുകൂടി എഴുതി ചേർത്തോളേ. അല്ലെങ്കിൽ മുകളിൽ 2l സ്ക്വയർ ചെയ്താൽ മതി. ആ 2 വെട്ടിപ്പോട്ടി 2l സ്ക്വയർ ഇ അറിഞ്ഞാൽ മതി. 2l സ്ക്വയർ 2 ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 2l സ്ക്വയർ ഇ എന്നുള്ളത് അവിടെ തെളിഞ്ഞിട്ടില്ല, അവിടെ വിട്ടുപോയിട്ടുണ്ട്. 2l സ്ക്വയർ ഇ ബൈ എം, താഴെ 2 ഇൻറ്റു വെട്ടിപ്പോട്ടി എൽ സ്ക്വയർ ബൈ എം, എൽ സ്ക്വയർ ബൈ എം ആണ് താഴെ. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ എൽ സ്ക്വയർ ബൈ എം കൊണ്ട് ഓരോ ടൈമിൽ ഹരിക്കുക. എൽ സ്ക്വയർ ബൈ എം കൊണ്ട് ഓരോ ടൈമിൽ ഹരിക്കുമ്പോൾ ആദ്യ ടൈമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ when we divide first term by L square by m, we get 1 by r is km by L square. m will go to numerator plus or minus root of ആ റൂട്ടിനകത്തേക്ക് കൊടുക്കുക. റൂട്ടിനകത്തേക്ക് ചെല്ലുമ്പോൾ എൽ സ്ക്വയർ ബൈ എൽ റൈസ് ടു 4 ബൈ എം സ്ക്വയർ എന്ന് വരും റൂട്ടിനകത്തേക്ക് ചെല്ലുമ്പോൾ. അപ്പോൾ കെ സ്ക്വയർ എം സ്ക്വയർ ബൈ എൽ റൈസ് ടു 4 പ്ലസ് അടുത്ത ടൈമിൽ ചെറുത് വെട്ടിപ്പോയിട്ട് 2m ബൈ എൽ സ്ക്വയർ എന്ന് കിട്ടും. എൽ സ്ക്വയർ റൂട്ടിനകത്ത് ചെല്ലുമ്പോൾ എൽ റൈസ് ടു 4 ആകും. എൽ സ്ക്വയർ വെട്ടിപ്പോയിട്ടാണ് താഴെ എൽ സ്ക്വയർ വരുന്നത്. സോ 1 by r is km by L square plus or minus root of k square m square by L raised to 4 plus 2m by L square. Thus 1 by r has two values, namely 1 by r1 and 1 by r2. അപ്പോൾ അങ്ങനെ 1 by r-നെ ഇപ്പോൾ പ്ലസ് ഓർ മൈനസ് ഉണ്ടല്ലോ മോഡിൽ, പ്ലസ് ഓർ മൈനസ് ഉള്ളപ്പോൾ 2 റൂട്ട് നമുക്ക് കിട്ടും. ആ ഒന്നാമത്തെ റൂട്ടിന് 1 by r1 വി കോൾ ആസ് 1 by r1 ആൻഡ് സെക്കൻഡ് റൂട്ട് വി കോൾ ആസ് 1 by r2. They are 1 by r1 is km by L square minus root of k square m square by L raised to 4 plus 2m by L square. Equation number 3, 1 by r2 is equal to km by L square plus root of k square m square L raised to 4 minus 2m by L square. ഒരു 2 വാല്യൂ കിട്ടും നമുക്ക്. മൈനസ് ആണോ നോക്കട്ടെ. ഇക്വേഷൻ നമ്പർ 4 നോക്കി. ആ 4 എഴുതുമ്പോഴേ 4 എഴുതുമ്പോൾ അകത്ത് പ്ലസ് തന്നെ കേട്ടോ, അകത്ത് പ്ലസ് ആണ്. ആ റൂട്ടിനകത്ത് പ്ലസ് ആണ്, ഒരു മൈനസ് തെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അകത്ത് പ്ലസ് ആണ്. റൂട്ടിനകത്ത് 2 സംഖ്യ പ്ലസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്.
പിന്നെ 1/r ആകുമ്പോൾ പിന്നെ km/l² മൈനസാണ്, പിന്നെ മൈനസാണ് വരുന്നത്, മൈനസ് റൂട്ടാണ് വരുന്നത്. പിന്നെ അടുത്ത് 1/r ടു km/l² പ്ലസ്സാണ് വരുന്നത്. ആ റൂട്ടിനകത്ത് 2me/l² പ്ലസ് ആണ് കേട്ടോ, ഇക്വേഷൻ നമ്പർ 4 ഒരു പ്ലസ് ആക്കണേ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കേ, ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ 1/r1 km/l² മൈനസ് എടുത്തത്? അതിന് കാരണം R1 എന്നുള്ളത് നമ്മുടെ പടത്തിൽ ചെറിയ സംഖ്യയാണ്. നോക്കി നമ്മൾ പടത്തിലേക്ക് പോയി നോക്കാം. R1 ബിയിലേക്കുള്ള ദൂരം വലിയ സംഖ്യയാണ്. R1 R മാക്സിമം വലിയ സംഖ്യയാണ്. അപ്പോൾ R1 വലുതാകുമ്പോൾ 1/r1 ചെറുതാകണം. ആകാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ മൈനസ് കുറച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് 1/r1 km/l² മൈനസ് എടുത്തു, മൈനസ് റൂട്ട് ഓഫ് എടുത്തു? അതിന് കാരണം R1 വലിയ സംഖ്യയാണ്, അപ്പോൾ 1/r1 ചെറുതാകണം, അതുകൊണ്ട് മൈനസ് ഇട്ടു. R2 ചെറിയ സംഖ്യയാണ്, ഇപ്പോൾ 1/r2 വലുതാകണം, അതുകൊണ്ട് പ്ലസ് ഇട്ടു. ഓർക്കണം, റൂട്ടിനകത്ത് ആ 4നകത്തുള്ള 2 സംഖ്യ പ്ലസ്സാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ പഠിച്ച എലിപ്സിൻ്റെ ഇക്വേഷനകത്ത് നമ്മൾ പഠിച്ചല്ലോ. ഇൻ ദി ഡിസ്കഷൻ ഓഫ് ട്രജക്ടറി ആറ്റ് എനി പോയിന്റ്സ് വി ഹാവ് ദി റിലേഷൻസ് 1/r1 ഈസ് mk അല്ലെങ്കിൽ km, mk/l² 1 - epsilon, where epsilon is eccentricity, equation number 5, and 1/r2 is mk/l² 1 + epsilon, equation number 6. ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ 2 ഇക്വേഷൻ, ആദ്യം 1/r1 1/r2 ഇക്വേഷൻ നമ്പർ 3 ഉം 4 ഉം, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച 1/r1 1/r2 ഇക്വേഷൻ നമ്പർ 5 ഉം 6 അതിനോട് ഇക്വേറ്റ് ചെയ്യാം. ആ 5ഉം 3 ഇക്വേറ്റ് ചെയ്യാം, അതുപോലെ 4ഉം 5 ഇക്വേറ്റ് ചെയ്യാം. Equate 3 and 5. mk/l² into 1 - epsilon is equal to km/l² minus root of k² m² by l/4 plus 2me/l². അവിടെ നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ റൂട്ട് മാറ്റി ചെയ്യണം. റൂട്ടല്ല, ബ്രാക്കറ്റ് മാറ്റി ചെയ്യണം. mk/l² മൈനസ് mk/l² ഇൻറ്റു എപ്സിലൺ ഈസ് ഈക്വൽ ടു RHS. RHSൽ നമ്മൾ km/l² അതുപോലെ എഴുതി, പിന്നെ റൂട്ടിനകത്തുള്ള സംഖ്യ അതുപോലെ തന്നെ എഴുതി, മാറ്റൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഈ ഫസ്റ്റ് ഡേ രണ്ടും k വെച്ചാൽ mk ആണല്ലോ. അപ്പോൾ ഈ LHSലെ RHSലുള്ള ഫസ്റ്റ് ഡേ km/l² ക്യാൻസൽ ചെയ്യും. km/l² ക്യാൻസൽസ് ഫ്രം ഐദർ സൈഡ്. സോ ദി റിമൈനിങ് മൈനസ് വെട്ടി പോകും. mk/l² epsilon is equal to root of k² m² by l/4 plus 2me/l². അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പിന്നെ RHSൽ ഒരു mk/l² പുറത്തേക്ക് എടുക്കുമ്പോൾ mk/l² ഈസ് mk/l² റൂട്ട് ഓഫ് 1 + 2l²e/mk² എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ mk/l² ഐദർ സൈഡ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ എപ്സിലോൺ കണ്ടാൽ കിട്ടുന്നത് 1 + 2l²e/mk² റേസ് ടു ഹാഫ് എന്ന് കിട്ടും, ഇക്വേഷൻ നമ്പർ 7. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ എക്സെൻട്രിസിറ്റി. ഫോർ പ്ലാനറ്ററി മോഷൻ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഈസ് നെഗറ്റീവ്. പ്ലാനറ്ററി മോഷൻ ഈ നെഗറ്റീവ് ആണല്ലോ, നമ്മൾ നേരത്തെ എഫ് നെഗറ്റീവാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സിൽ വർക്ക് അത് കാണുമ്പോൾ എനർജി നെഗറ്റീവായിട്ട് കിട്ടും. അപ്പോൾ ആ മുകളിലത്തെ ഇക്വേഷനകത്ത് ഈ ടോട്ടൽ എനർജി നെഗറ്റീവാണ്. അപ്പോൾ 1 മൈനസ് ഒരു സംഖ്യ വരുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും അത് 1 കുറവാണ്. ആ റൂട്ടിൻ്റെ ടേം 1 കുറവാണ്, RHSൽ ടേം 1 കുറവാകും. ഈ നെഗറ്റീവ് വരുമ്പോൾ 1 മൈനസ് എ സ്മോൾ വാല്യൂ വി ഗെറ്റ് നമ്പർ ലെസ് ദാൻ 1, ദ റൂട്ട് ഈസ് ലെസ് ദാൻ 1, എക്സെൻട്രിസിറ്റി ഈസ് ലെസ് ദാൻ 1, ഇക്വേഷൻ നമ്പർ 7 നിന്ന് കിട്ടും. എക്സെൻട്രിസിറ്റി ഈസ് ലെസ് ദാൻ 1, അതാണ് നമ്മളിങ്ങനെ എഴുതുന്നത്. ദാറ്റ് ഈസ് എപ്സിലൺ ലൈസ്, eccentricity lies in between 0 and 1. Since epsilon is less than 1, we can write like this. Epsilon has lies in between 0 and 1, which is the condition for elliptical motion. So planetary motion is elliptical. അപ്പോൾ എപ്സിലൺ ലെസ് ദാൻ 1 ആയതുകൊണ്ട്, എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആയതുകൊണ്ട് പ്ലാനറ്ററി മോഷൻ എലിപ്റ്റിക്കലാണ്. ദസ് ഫസ്റ്റ് ലോ ഇസ് പ്രൂവ്ഡ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലോ വെരിഫൈ ചെയ്യും. അതിൻ്റെ താഴെ ഒരു പടമുണ്ട്, അത് വരക്കണമെന്നില്ല.
അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ. ആദ്യം ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. അപ്പോൾ അത് നമ്മൾ ഈ ഡിസ്കഷനിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഈ എസ്സേയുടെ ആൻസർ. ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. പിന്നെ സെക്കൻഡിൽ ഈ 3 ലോ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കും കേട്ടോ. ഇപ്പോൾ എസ്സേ അല്ല എങ്കിൽ ഷോർട്ട് ആൻസർ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, സ്റ്റേറ്റ് കെപ്ലേഴ്സ് 3 ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. 3 ലോ എഴുതാനായിട്ട്. അത് നമ്മൾ പറഞ്ഞു, ലോ ഓഫ് ഓർബിറ്റ്സ്, ലോ ഓഫ് ഏരിയാസ് ആൻഡ് ലോ ഓഫ് ഹാർമോണിക്സ്. 3 ലോ നമ്മൾ പഠിച്ചു. And that is all with your 90th lecture on classical and relativistic mechanics. Thank you.